Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ശ്വേതയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റുകൾ എന്തോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ അതിനൊക്കെ ശ്വേത എന്താ പൊതുവെ എപ്പോഴും കൊടുക്കാറുള്ള ഒരു മറുപടി? നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരും ആരും ഇല്ലേ, വണ്ണമുള്ള ആൾക്കാർ ആരും ഇല്ലേ? ഒരു ലിമിറ്റ് പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെറുത്തു പോകത്തില്ലേ ഓരോ കാര്യങ്ങളും. Then I started thinking, സുഖമില്ലാത്ത ഒരാളാണ്, that is why he's commenting, let it be, frustration തീർത്തിട്ട് പോട്ടെ. ചേട്ടൻ്റെ ചാനലിന്റെ വീഡിയോസിൽ താഴെ വന്നിട്ട് ഒരു തടിച്ചിയാണ് കെട്ടിരിക്കുന്നത്, ഇതാണ് അതാണ്. ആദ്യം ചേട്ടൻ ഒരു വീഡിയോ ചെയ്തതുമാണ്, അതിൽ ഞാൻ കരയുകയും ചെയ്തതാണ്. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നെ 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 ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് പിറ്റി ഓൺ ദ പീപ്പിൾ ഹു ഡു ദാറ്റ്. എൻ്റെ ചാനലിന് താഴെ ഒരാൾ വന്നിട്ട് പച്ച മലയാളത്തിൽ തെറി, പാ പീ പൂ എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം വിളിച്ച്. സോ ഐ ഹാഡ് ടേക്കൺ സ്ക്രീൻഷോട്ട്സ് ആൻഡ് ഐ ഹാഡ് കംപ്ലൈൻറ്റ്. ഇയാൾക്കെതിരെ ഭയങ്കരമായി പ്രതികരിക്കണം എന്ന് തോന്നിപ്പിച്ചത് എന്തായിരുന്നു? കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടും വീണ്ടും ഇറ്റ് വാസ് ദെയർ. ബട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ഇപ്പൊ നമ്മൾ വീണ്ടും കേസ് കൊടുക്കാൻ കാരണം ഓവർ ദ ഹെഡ് പോയി. നിങ്ങൾക്കറിയാം, ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടോക്കിംഗ് അബൌട്ട് ദിസ്. അത് കഴിഞ്ഞിട്ടും 2 ദിവസം മുമ്പ് വരെ ദാറ്റ് ഗൈ സ്റ്റിൽ മെസ്സേജിങ്, കീപ്പിംഗ് ഓൺ പുട്ടിംഗ് മീൽസ്. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് പിന്നീട് വന്ന സൈബർ ബുള്ളിങ്ങിന് കുറച്ച് കുറവുണ്ടോ? നോ, ഇല്ലേ? സം ഓഫ് ദ കമന്റ്സ് കുത്തുന്ന കമന്റ്സ് പോലെ ഉണ്ടാവും. ആൾക്കാർ കാണുന്നത് ദേ ആർ ലിവിങ് എ വെരി ബിഗ് ലൈഫ്, ദേ ആർ ബൈങ് കാർ, കണ്ട സ്ഥലങ്ങളിൽ പോയി കറങ്ങുന്നു, ഹോട്ടലുകളിൽ കയറി ഇറങ്ങുന്നു, ആഷ് ബൂഷായിട്ട് ജീവിക്കുക. അത് കുശുമ്പാന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരോട് ശ്വേതയ്ക്ക് എന്താ പറയാനുള്ളത്? Go get life, man. നമ്മളെപ്പോഴും കണ്ടേക്കുന്നത് ഭയങ്കര ഫൈറ്റർ ആയിട്ടുള്ള ഒരു സുജിത് ഭക്തനെയാണല്ലോ. അപ്പുറത്ത് വളരെ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സുജിത്ത് ഉണ്ടോ? അത് നിങ്ങൾ ആരും കാണാത്തൊരു ശുചിത്വം ഉണ്ട്. തീർച്ചയായും ഉണ്ട്. എൻ്റെ അച്ഛനാകെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം. ഹി ഡിഡ്ന്റ് ലുക്ക് ആഫ്റ്റർ വെദർ ഹി ഈസ് വർക്കിംഗ് 9 to 5 ബിക്കോസ് അച്ഛൻ കഷ്ടപ്പെടുന്ന അച്ഛനറിയാം. സ്വന്തമായിട്ട് ശ്വേത ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിങ്ങനെയൊക്കെ കയറി വരുമെന്ന് മനസ്സിലൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. ആവാത്ത പൊറോട്ടയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഇറ്റ് വാസ് എ അട്ടർ ഫെയിലിയർ. മോൻ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്ക് കൂടിയോ അച്ഛന് കൂടിയോ? അമ്മയ്ക്കാ കൂടിയത്. ആണോ? അവൻ എത്ര കുരുത്തക്കേട് ഒപ്പിച്ചാലും, മുമ്പിൽ നിന്ന് കുരുത്തക്കേട് ഒപ്പിച്ചാലും വഴക്ക് പറയരുത്. ദാറ്റ് ഈസ് ഹിസ് പോളിസി. ഹി ലൈക്സ് ഹിസ് സൺ മോർ. ഈ മലയാളം ഇൻഫ്ലുവൻസേഴ്സിനിടയിൽ പലതരത്തിലുള്ള ഡെസിഗ്നേഷനുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആദ്യത്തെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വ്ളോഗറുടെ സുജിത് ഭക്തൻ്റെ ഭാര്യ എന്നുള്ള ടൈറ്റിലായിരുന്നു. അതിനുശേഷം ഇല്ല ഇത് എനിക്കും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, ഏകദേശം 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി, അതിനുശേഷം പല പല മേഖലകളിലേക്ക് ഇങ്ങനെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കുന്ന ശ്വേത ഭക്തനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ ആദ്യ കാലഘട്ടങ്ങളിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്തും സുജിത്തേട്ടന് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ എന്നാണോ അറിയപ്പെടേണ്ടത്, അതോ എൻ്റെതായ രീതിയിലാണോ അറിയപ്പെടേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ ഞാനായിട്ട് ചിന്തിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അത്യാവശ്യം ആൾക്കാർക്ക് അറിയുമെങ്കിലും അത്രയും വലിയ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് തോന്നുന്നു 35,000 or 40,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിയുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ യൂട്യൂബിൽ ഇടാം എന്നൊക്കെ ഞാൻ അറിയുന്ന നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ എനിക്ക് അതൊരു പുതുമയായിരുന്നു. പിന്നെ അല്ലേ ചേട്ടൻ്റെ കേട്ടം അവിടെ മീൻസ് ഹി ബിക്കേം ടു ഹിസ് കരിയറിന്റെ പീക്ക് എത്തിയത്. സോ ദാറ്റ് ഈസ് എ ബിഗ് മൂമെന്റ് ഫോർ മീ. സോ ഐ വാസ് ഹാപ്പി ടു ബി നോൺ ആസ് ഹിസ് വൈഫ്. അതിനുശേഷം എപ്പോഴാണ് സ്വന്തമായിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങാമെന്ന് തോന്നലുണ്ടായത്? സ്വയം തോന്നിയതാണോ ചേട്ടൻ തോന്നിപ്പിച്ചതാണോ? ചേട്ടൻ എന്നെ ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. ഇല്ലല്ലേ? ചേട്ടൻ്റെ അമ്മയാണ് എനിക്ക് പ്രചോദനം തന്ന് ചാനൽ തുടങ്ങി നീ എന്തായാലും. അതും ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു ഞാൻ ചെയ്തത്. കോവിഡിന്റെ സമയത്ത് ചേട്ടൻ മൊറോക്കോയിൽ പെട്ട് കിടക്കുന്നു, ഞങ്ങൾ ഇവിടെ നാട്ടില്. സോ ആ സമയത്താണ് ഞാൻ ആക്ച്വലി ചാനൽ തുടങ്ങുന്നത് തന്നെ. ജസ്റ്റ് ഒരു സന്ദർഭത്തിൽ ഞാൻ വീഡിയോ എടുത്തു. അമ്മയാണ് സത്യം പറഞ്ഞ പ്രചോദനം. നീ എടുത്തോ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എടുത്തോ, നീ എടുക്കാതിരിക്കുന്ന എന്തിനാ, നിനക്ക്
പറ്റുമല്ലോ, നീ നല്ലപോലെ മിണ്ടുന്നുണ്ട്, നിനക്ക് എന്താ എടുത്താലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണ് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിച്ചത്. കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നത് അതിന് ആ സമയത്ത് അമ്മയാണ്. അപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനോട് വരെ പറയുന്നത് ഞാൻ ചാനൽ തുടങ്ങിയെന്ന്. ഓ അത് ശരി, അങ്ങനെയായിരുന്നല്ലേ. നമ്മള് ശ്വേതയുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്താലേ, അല്ല ഒരു ജേർണി എടുത്താലേ അതിപ്പോഴും ഒരേ ലെവൽ തന്നെയാണ്. അതും അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇത്രയും പോസിറ്റീവ് കമന്റ്, ഇത്രയും നെഗറ്റീവ് കമന്റ്, ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്ന സാധനവും കൂടെ പോരുന്നുണ്ട്. ഇതിനെ എപ്പോഴെങ്കിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്, എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. ഈക്വൽ ആയിട്ട് പോരുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഒക്കെ അത് കാണുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ സത്യസന്ധമായി? സത്യം പറയാലോ, ആദ്യമൊക്കെ ഐ യൂസ് ടു ഫീൽ ബാഡ്. അത് ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ്. അതായത് ചേട്ടൻ്റെ ചാനലിൻ്റെ വീഡിയോസിൽ താഴെ വന്നിട്ട് എന്തോരം കമൻസ് ഉണ്ടായിരുന്നു. ഒരു തടിച്ചിയാണ് കെട്ടിരിക്കുന്നത്, ഇതാണ് അതാണ്, അങ്ങനെ കുറേ സ്വാഭാവികമായിട്ടും ഒരാൾ പീക്ക് എത്തുമ്പോൾ അയാളെ ഒന്ന് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ്, അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻസ് വന്ന് അത് പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ചാനലിൽ താഴെ വന്നിട്ട് കമൻ്റ് ഇടല്. സോ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യം ചേട്ടൻ ഒരു വീഡിയോ ചെയ്തതുമാണ്, അതിൽ ഞാൻ കരയുകയും ചെയ്തതാ, ഓർമ്മയുണ്ടോ? ആദ്യം എൻ്റെ ബിക്കോസ് ദാറ്റ് വാസ് റിയലി, ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നെ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് pity on the people who do that. ആണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ വളരെ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ സാധാരണ സൈബർ ബുള്ളിങ് ഒക്കെ നിരന്തരമായി ഏറ്റുവാങ്ങുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും. നമ്മളിങ്ങനെ ഇതിനെതിരെ കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പുറകെ പോകാനോ അതിന് വേണ്ടിയിട്ട് മെനക്കെടാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. വീണ മാത്രമല്ല, അത് ഞാനും ഒരു വട്ടം ചിന്തിച്ച ഒരു കാര്യമാണ്. ഞാൻ എന്നിട്ട് കേസ് കൊടുത്തതുമാണ്. ഐ ഗെസ് 2020 ആണെന്ന് തോന്നുന്നു. കൂടൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ചാനലൊക്കെ തുടങ്ങി. എൻ്റെ ചാനലിന് താഴെ ഒരാൾ വന്നിട്ട് സ്ഥിരം ഇപ്പോൾ ബോഡി ഷെയിം പിന്നെ നമുക്ക് സഹിക്കാം, ബട്ട് ദിസ് ഇസ് ലൈക്ക് പച്ച മലയാളത്തിൽ തെറി, ലൈക്ക് അങ്ങനെ കുറേ വാക്കുകൾ ചേർത്ത് പാ പീ പൂ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വിളിച്ച് ലൈക്ക് ചാനലിൻ്റെ താഴെ വന്ന് സോ ഐ ഹാഡ് ടേക്കൺ സ്ക്രീൻഷോട്ട്സ് ആൻഡ് ഐ ഹാഡ് കംപ്ലീറ്റ്. പക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ ഓടാൻ പോയാൽ നമുക്ക് പറ്റൂല. സോ ഞാനത് അവിടെ വിട്ടു. അതേ പിന്നെ ഐ യൂസ് ടു നോട്ട് ഫോളോ അപ്പ്. കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടും വീണ്ടും ഇറ്റ് വാസ് ദെയർ. ബട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. സോ ഇറ്റ് ബിക്കേം എ ഹാബിറ്റ്. അതൊരു ഇതായിപ്പോയി, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. പിന്നെ ഇപ്പം നമ്മൾ വീണ്ടും കേസ് കൊടുക്കാൻ കാരണം എന്താ പറയാ, ഓവർ ദ ഹെഡ് പോയി. അതായത് കുറച്ചുകൂടെ കൂടുതലായിപ്പോയി. അത് എന്താ നമ്മൾ പലതരത്തിലുള്ള കമന്റുകൾ, പലതരത്തിലുള്ള ആൾക്കാരുടെ പല മോശമായ ഭാഷയിലുള്ള സാധനങ്ങളൊക്കെ കാണുന്ന ആളാണ്. ഇയാൾക്കെതിരെ ഭയങ്കരമായി പ്രതികരിക്കണം എന്ന് തോന്നിപ്പിച്ചത് എന്തായിരുന്നു? അതെന്താന്ന് വെച്ചാൽ കമൻസ്, ബോഡി ഷെയ്മിങ് ടു എ ലിമിറ്റ്, ഒരു പരിധി വരെ വീഡിയോയുടെ താഴെ മെയിൽ വന്നിട്ടോ കുഴപ്പമില്ല. ബട്ട് വെൻ യു ആർ അസോസിയേറ്റിംഗ് വിത്ത് പീപ്പിൾ, ഇപ്പം ഞാൻ വീണയായിട്ട് ഒരു വീഡിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക, ഐ എം ഡൂയിങ് എ വീഡിയോ ഫോർ യു ആർ വർക്കിംഗ് വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മെയിൽ അയച്ചിട്ട് നിങ്ങൾ എന്തിനാ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വീണയോട് ഇയാളെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ സാധനത്തിനെ കുറിച്ച് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഐ എം ടെല്ലിങ് യു, ബിക്കോസ് അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ അതിലൊരു നമ്മളുടെ ക്ലയൻസിനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഇസ് ദ ടൈം, നോട്ട് ഇൻഫ്ലുവൻസ്, ലൈക്ക് മെയിൽ അയക്കാൻ തുടങ്ങി. സോ ദാറ്റ് ഇസ് ദ ടൈം ചേട്ടനും എനിക്കും തോന്നിയ വി ഹാവ് ടു ഗോ ബിഹൈൻഡ് ദിസ് പേഴ്സൺ. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പുറകെ വന്നത് മെയിനായിട്ട്. ഇതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് നമ്മളിങ്ങനെ പല വീഡിയോയുടെ അടിയിലും ഇങ്ങനെ ഇയാളുടെ കമന്റുകൾ കണ്ടു, ഒരേ ഐഡിയിൽ നിന്ന് വരുന്ന കമന്റുകൾ കാണുന്നു. അപ്പോൾ ഒരേ ഐഡിയ എന്നല്ല വീണ, അത് കുറേ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പ്രത്യേകം പേര് വെച്ചിട്ട്, അതായത് എന്തെങ്കിലും അതിൽ ഭക്തനുണ്ടാവും, പക്ഷെ ഇല്ലെങ്കിൽ അങ്ങനെ കുറേ ഈ സിനിമ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും
പേര് അങ്ങനത്തെ പേരുകൾ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കമൻസ് ഇട്ടുകൊണ്ടിരുന്നത്. കമൻസ് വിൽ ബി ഫൈൻ, ബട്ട് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു എന്താ പറയുക എക്സ്കലേറ്റ്, ദാറ്റ് ഇസ് റീച്ചിങ് ടു ഇമെയിൽ ആൻഡ് അത് കുറേ പേർക്ക് പോകുന്നതെന്ന് വെച്ചാൽ മോശമല്ലേ. നമുക്ക് ഒരു നമ്മുടെ ഡിഗ്നിറ്റിയും കൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അല്ലേ. അങ്ങനെ വന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എടുത്തത്? നിങ്ങൾ പരസ്പരം തീരുമാനം എടുക്കുകയാണോ ചെയ്തത് നമുക്ക് ഇതിനെതിരെ? വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൂ ദിസ് ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ സൈബർ സെല്ലിന് കൊടുത്തു, വി ഗേവ് സൈബർ സെൽ, ദെൻ വി വർ നമ്മൾ കുറെ വേറെ രീതിയിലൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു. അതാണ് ഇനീഷ്യൽ സ്റ്റെപ്സ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് സൈബർ സെല്ലിൽ തന്നെയാണ്. കേസ് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ റൈറ്റ് രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് വി വെന്റ് ആൻഡ് ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി വാസ് ഗിവൺ ടു സൈബർ സെൽ പീപ്പിൾ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഹൂ ഇസ് ഇറ്റ്. എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ആദ്യമേ അത് ഞാനിപ്പോ പ്രോബബ്ലി 3 months ആയി. ഞാൻ 3 months മുമ്പാണ് ആക്ച്വലി ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. അതിനുശേഷം ഏറ്റവും ആദ്യത്തെ റെസ്പോൺസ് ഉണ്ടായത് സൈബർ സെല്ലിലായിരുന്നോ അതോ നമ്മളിത് കണ്ടുപിടിക്കണം തീരുമാനിച്ച് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയാലും നമുക്ക് നമ്മുടേതായ ഒരു മോട്ടിവേഷനും ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളാണോ, ആരായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഫൈൻഡിങ് ദ കൾപ്രിറ്റ് ആരായിരുന്നു? അങ്ങനെ പറയാൻ പോയാൽ അത് ആക്ച്വലി ചേട്ടൻ്റെ ഒരു ഇതാണ്, ചേട്ടൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ സൈബർ സെല്ലിൻ്റെ അവിടെ പോയിട്ട് നോക്കിയപ്പോഴും what all we could find and what all they found is almost similar things. അത് ശരി, മനസ്സിലായോ? എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കുന്നത്. സോ നമ്മൾ അതിന് കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല. they are also doing their thing. what we could find we are also doing. from അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ we have come to a conclusion. നമുക്ക് 100% ഉണ്ടെങ്കിൽ അത് 99% we know it ഉറപ്പുണ്ട്. നമുക്ക് ആ 1% നമ്മൾ കിട്ടും. ഭഗവാൻ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ, കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് പിന്നീട് വന്ന സൈബർ ബുള്ളിങ്ങിന് കുറച്ച് കുറവുണ്ടോ? നോ, ഇല്ലേ? നിങ്ങൾക്കറിയാം, ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടോക്കിംഗ് അബൌട്ട് ദിസ്. അത് കഴിഞ്ഞിട്ടും 2 days 2 ദിവസം മുമ്പ് വരെ that guy is still messaging, keeping on putting mails. ഓ, അത് ശരി. ഇതൊന്നും ഒരു കാര്യമില്ലെന്നാണോ അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്? അത് ശരി. അപ്പോൾ അയാൾ തെളിയിക്കാൻ ശ്രമിക്കുക അയാളല്ല ആളെന്ന്, എന്നാലേ മേളിലിട്ടിട്ട് കാര്യമുള്ളൂ. അത് ശരിയാണ്. അതാണ് ആളുകളുടെ മാനസികാവസ്ഥ ഏതൊക്കെ രീതിയിലാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ എവിടെയെങ്കിലും തളർന്നിരുന്നോ ശ്വേത? ഇൻ ദ സെൻസ് എനിക്കിതൊന്നും വേണ്ട, ഞാൻ എല്ലാത്തിൽ നിന്ന് മാറിയേക്കാം, എനിക്കിനി ഇത്തരത്തിലുള്ളൊരു ലൈം ലൈറ്റിലുള്ള ലൈഫ് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിരുന്നോ? ഇല്ല, ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ബിക്കോസ് ഐ ഹാവ് ടു സ്റ്റേ സ്ട്രോങ് ഫോർ സുജിത്ത്. എനിക്കതായിരുന്നു, ബിക്കോസ് സുജിത്ത് ഇസ് ഡൂയിങ് സം ഹാർഡ് വർക്ക്. വെറുതെ അല്ലല്ലോ നമ്മൾ ഒരു വീഡിയോ ട്രാവൽ ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ എന്തോ ഒരു കഷ്ടപ്പാടാന്ന് എനിക്കറിയാം. അതെ അതെ. ഈ സുജിത്തേട്ടൻ്റെ കൂടെ പലരും ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നീട് നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്, സുജിത്ത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എത്ര ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു പറഞ്ഞാലും, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ നേരിട്ടെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ സമയത്തിന് വീഡിയോ അപ്പായിരിക്കും. അത് ഉറങ്ങിയില്ലെങ്കിൽ വേണ്ട, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, എന്ത് സംഭവിച്ചില്ലെങ്കിലും വേണ്ട, എൻ്റെ വീഡിയോ അപ്പ് ചെയ്തിരിക്കും എന്നുള്ളത്. ഇത്രയും മറ്റേ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിലും അങ്ങനെ തന്നെയാണോ? ഹി ഈസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ചേട്ടന് ഫോർ എക്സാമ്പിൾ ഞാൻ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് ആണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് പുള്ളിക്കാരൻ്റെ ഒരു വാശിയാണ്. വാശി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു രീതിയാണ്. He enjoys his work and whatever he is doing he does it in a systematic way. അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു ഇതുണ്ട്, ഞാൻ ഇന്ന രീതി ചെയ്യുന്ന വെച്ചാൽ ഇന്ന രീതിയിലേ ചെയ്യത്തുള്ളൂ. മനസ്സിലായി. സോ അപ്പോൾ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ വർക്ക് അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് ടു സീ ഗുഡ് വീഡിയോസ്. അങ്ങനെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത്. വീണ്ടും നമ്മൾ ശ്വേതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ ബോഡിയെ ഇഷ്ടപ്പെടുക എന്ന് പറയും. ശ്വേതയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ശ്വേത ആദ്യം പറഞ്ഞതുപോലെ എന്തോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് എന്ന്. ആസ് ലോങ് ആസ് ശ്വേതയ്ക്ക് അത് പ്രശ്നമില്ലാത്തിടത്തോളം കാലം നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് ചിലപ്പോൾ പലരും നമ്മളോട് നേരിട്ട് വന്നു ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താ ശ്വേത കുറച്ച് വണ്ണം കുറച്ചുകൂടെ, ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ? അപ്പൊ അതിനൊക്കെ ശ്വേത എന്താ പൊതുവെ എപ്പോഴും കൊടുക്കാറുള്ള ഒരു മറുപടി? ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ വേറെ രീതിയിൽ ഐ ഡോണ്ട് എവറിബഡി ഡോസൻ കം ആൻഡ് ടോക്ക് ടു മീ. ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഞങ്ങളോട് മിണ്ടാറുണ്ട്. അതിൽ എന്നോട് തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ കാണുന്നതിന്റെ അത്രയും വണ്ണം ഇല്ല ശ്വേതയ്ക്ക് നേരിൽ കാണുമ്പോഴെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അവർക്ക് തോന്നുന്ന ഒരു കാര്യം അവർ പറഞ്ഞു. പക്ഷേ ഐ ഡോണ്ട് ടേക്ക് എനിത്തിങ് സീരിയസ്ലി ബിക്കോസ് ഞാൻ ഇങ്ങനെയാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തോണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് നമ്മുടെ ബോഡി ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ പിന്നെ അല്ല, ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കുറയ്ക്കാനിരുന്ന ഐ ഡു ഇറ്റ് ഇൻ ഫുൾ ദിസ് തിങ്, ഐ വിൽ റെഡ്യൂസ് വെയിറ്റ്. അതെനിക്കറിയാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാ. മനസ്സിലായി. എന്നെ മടിയുള്ള ഒരാളാണ്, മനസ്സിലായോ? ഞാൻ സുജിത്തിന്റെ കാര്യം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ സുജിത്ത് ഡെയിലി വീഡിയോ ഇടാൻ എപ്പോഴും ഞങ്ങൾ വഴക്കാണ്, നിനക്ക് വീഡിയോ ഇടാൻ വയ്യല്ലോ എന്നാണ് എന്നോട് എപ്പോഴും പറയുന്നത്, മനസ്സിലായോ? ഞാൻ മടിയുള്ള ഒരാളാണ്, അതാണ് എന്റെ മെയിൻ പ്രശ്നം. ബട്ട് ദെൻ ഐ ലൈക്ക് ദ വേ ഹൗ ഐ ആം. മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ രണ്ട് എക്സ്ട്രീം വെറൈറ്റി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാര് എങ്ങനെയാണ് ഒരു ഫാമിലി ലൈഫിൽ വളരെ അഡ്ജസ്റ്റബിൾ ആയി പോകുന്നത്? ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോ മുടിഞ്ഞു വഴക്ക. പിന്നെ വി എൻജോയ് ബിക്കോസ് ബോത്ത് ഓഫ് us ലൈക്ക് വാട്ട് ഹീസ് ഡൂയിങ്. ഹി ലൈക്സ് ട്രാവലിംഗ്, ഐ ലൈക്ക് ട്രാവലിംഗ്. സോ അതാ മിങ്കിളായിട്ട് നമ്മള് ജെൽ ചെയ്തിട്ട് അങ്ങ് പോകുന്നതാ. ഈ മോൻ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്ക് കൂടിയോ അച്ഛന് കൂടിയോ? അമ്മയ്ക്കാ കൂടിയത്. അത് വെച്ചാൽ ഞാൻ വഴക്ക് പറയണമെങ്കിൽ ഞാൻ തന്നെ പറയണം, പുള്ളിക്കാരൻ പറയത്തില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. മോനെ വഴക്ക് പറയരുത്. അവൻ എത്ര കുരുത്തക്കേട് ഒപ്പിച്ചാലും മുമ്പിൽ നിന്ന് കുരുത്തക്കേട് ഒപ്പിച്ചാലും വഴക്ക് പറയരുത്. ദാറ്റ് ഈസ് ഹിസ് പോളിസി. അത് ശരി. ഞാൻ ചീത്തയായിക്കോ കുഴപ്പമില്ല. അത് ശരി. അല്ല അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞോ എന്നുള്ളതാണോ? ബട്ട് സുജിത്തിന് വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഹി ലൈക്സ് ഹിസ് സൺ മോർ. ഈ പേരിൽ ഒരു ഗുസ്തി നടക്കാറുണ്ടോ? ഇല്ല. ആണ് ഈ ഇങ്ങനെയുള്ള ബോഡി ഷേവിംഗ് കമന്റുകൾക്ക് ഒരിക്കൽ പോലും അപ്പൊ ശ്വേത മറുപടി കൊടുത്തിട്ടേ ഇല്ലേ? അങ്ങനെ ചോദിച്ചാൽ ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരും ആരും ഇല്ലേ, വണ്ണമുള്ള ആൾക്കാരും ഇല്ലേ, നിങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ. പിന്നെ ബോധർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ടു ആൻ എക്സ്റ്റെന്റ്. എത്ര എന്ന് വെച്ചാ ഒരാള് അതന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പറ. ഒരു ലിമിറ്റ് പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെറുത്തു പോകത്തില്ലേ ഓരോ കാര്യങ്ങൾ? അതെ. സോ സ്വാഭാവികം ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്, സുഖമില്ലാത്ത കുട്ടികളാണ് അല്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാളാണ്, ദാറ്റ് ഇസ് വൈ ഈസ് കമന്റിങ്, ലെറ്റ് ഇറ്റ് ബി, ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് പോട്ടെ. ഓക്കെ. എപ്പോഴെങ്കിലും സുജിത്തേട്ടന്റെ അടുത്ത് നിന്ന് ഈ ഒരു വേദന ഷെയർ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ആളുകൾ ഈ ഒരു ആസ്പെക്റ്റിൽ മാത്രം നമ്മളെ കാണുന്നത് എന്നുള്ളൊരു? ഈ ഒരു ആസ്പെക്ട് എന്നല്ല, പക്ഷേ ദർ ആർ ലോട്ട്സ് ഓഫ് കമന്റ്സ്. സം ഓഫ് ദ കമന്റ്സ് കുത്തുന്ന കമന്റ്സ് പോലെ ഉണ്ടാവും. അതായത് ആഷ് ബൂഷായിട്ട് ജീവിക്കുക, അതാ. അത് നമ്മൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അല്ലേ? അത് ആൾക്കാരെ ചിന്തിക്കൂല. അത് കുശുമ്പാന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടില്ല. ബട്ട് ഹി ഹാസ് ദാറ്റ് മനസ്സിൽ. ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ലേ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്, അതിന്റെ കഷ്ടപ്പാടൊന്നും ആൾക്കാർ കാണുന്നില്ല. ആൾക്കാർ കാണുന്നത് ദേ ആർ ലിവിങ് എ വെരി ബിഗ് ലൈഫ് വേർ ദേ ആർ ബൈങ് കാർ. എന്നുവെച്ചാൽ അവർ കാർ വാങ്ങുന്നു, വീട് വാങ്ങുന്നു, കണ്ട സ്ഥലങ്ങളിൽ പോയി കറങ്ങുന്നു, ഹോട്ടലുകളിൽ കയറി ഇറങ്ങുന്നു, വലിയ വലിയ സാധനങ്ങൾ വാങ്ങുന്നു. ആൾക്കാർ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് ആൾക്കാർ മനസ്സിലാക്കില്ല. ബിക്കോസ് ഐ നോ. ഞാൻ ആദ്യം വിചാരിക്കുമായിരുന്നു, ഐ ടോൾഡ് യു റൈറ്റ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റുമോ. എൻ്റെ അച്ഛനും ആദ്യം ചോദിച്ച ഒരു കാര്യമാണ്, ജീവിക്കാൻ പറ്റുമോ. അത് തെളിയിച്ച ഒരാളാണ് സുജിത്ത്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം ഫോർ ദാറ്റ്.
ഈ ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും ശ്വേത സുജിത്തേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ, ചേട്ടാ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം? ഒരു പരിധി വരെ യൂട്യൂബ് കാശ് തരുന്ന, ഇനി ഭാവിയിൽ യൂട്യൂബ് കാശ് തരത്തില്ല എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ വി ഡു? ഇപ്പൊ വീണയുടെ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ഫോർ യു ഓൾസോ. വാട്ട് വിൽ യു ഡു വൺസ്? ദാറ്റ് ഈസ് വാട്ട് ഹി ഓൾസോ ടെൽസ് മീ. So we will have to find something. വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. വീണ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഐ എം എൻ ഓവർ തിങ്കർ, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ എം എൻ ഓവർ തിങ്കർ. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കാറുണ്ട്. അതാണ് സുജിത്തിനെ. സുജിത്ത് ഇസ് തിങ്കിങ് ഓഫ് ഡൂയിങ് ലോട്ട് ഓഫ് അതർ തിങ്സ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് അല്ലാതെ വേറെ എന്താ ആദ്യം നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. സോ വി ആർ പ്ലാനിങ്. അങ്ങനെയൊക്കെ നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പേടി ശ്വേതയ്ക്ക് വന്നിട്ടുണ്ടോ? അതായത് യൂട്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു ദിവസം നമുക്ക് റവന്യൂ തരുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത്? ഒരിക്കലും ഇല്ല. എൻ്റെ കയ്യിൽ ഡിഗ്രി ഉണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ സ്കില്ലും ഉണ്ട്. ഈസ് ഓൾസോ ഹാവിങ് ആൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി. വി ക്യാൻ ഡു സംതിങ്. അതെ, തീർച്ചയായിട്ടും. ഈ നമ്മളെ വീടിന്റെ വീഡിയോ, അതായത് പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് അതിനെ ഭയങ്കരമായി എല്ലാ യൂട്യൂബേഴ്സും, ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് എല്ലാവരോടും വന്ന് ആഘോഷമായിട്ട് വീഡിയോ എടുത്ത് പോകുന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ട കമന്റുകളിലൊന്നായിരുന്നു ഇത്. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇനി ജോലിയായിട്ട് കൊണ്ടുനടന്നാൽ ഇത്രയും വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫ്ലാറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനെന്തായിരിക്കും ശ്വേത മറുപടി കൊടുക്കുക? ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താൽ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കറക്റ്റ് സുജിത്ത് ചെയ്യുന്ന പോലെ ചെയ്താൽ 100% ഐ വുഡ് എഗ്രി. അത് യൂട്യൂബ് കാശ് തരുന്നുണ്ടെങ്കിൽ ആൻഡ് യു ഹാവ് എ ഗുഡ് സബ്സ്ക്രൈബർ, അതായത് നല്ല ഫോളോവേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഐ വുഡ് സേ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് യൂട്യൂബർ ഇൻഫ്ലുവൻസർ ഇല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രൊഫഷനായിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കാണേണ്ടത്. അല്ല, ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നത്. അല്ല, വാട്ട് യു സേ, അതിനെന്താ പറയുന്നത്? പക്ഷെ ആളുകൾ ഇപ്പോഴും അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. രാവിലെ തൊട്ട് ഇതിന്റെ പുറകെ നിന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളൊരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ജോലിയായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന കമന്റുകൾ ഞാൻ പലയിടത്തും കാണാറുണ്ട്. കഷ്ടപ്പെടുന്ന കണ്ടിട്ടില്ല. അതെ, അപ്പൊ വീണ്ടും ഞാൻ ആളുകൾ അംഗീകരിച്ചു തുടങ്ങിയോ? എനിക്കറിയില്ല. മലയാളികളുടെ ഇടയ്ക്ക് എനിക്ക് അറിയത്തില്ല. പക്ഷെ വൺസ് യു ലീവ് കേരളം വിട്ട് വേറൊരു നാട്ടിൽ പോയാൽ ഞാൻ കണ്ടിട്ടുണ്ട്, സുജിത്തിനോട് കുറെ പേര് ചോദിക്കും, ബിക്കോസ് ഹീസ് ദ വൺ യൂഷ്വലി വീഡിയോ എടുക്കുന്ന ആളല്ലേ. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിക്കുമ്പോൾ ദേ വിൽ ആസ്ക്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യൂട്യൂബർ. ഓ, നിങ്ങൾ യൂട്യൂബർ ആണല്ലേ, വാവ്, എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര. സോ ഇമാജിൻ, ആൾക്കാർ അത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് യൂട്യൂബർ എന്ന് പറയുന്നത് തന്നെ. ഇറ്റ്സ് എ ബിഗ് തിങ്. കറക്റ്റ്. അതെ. ഈവൺ ഇഫ് യു ആർ എ മൈക്രോ ഇൻഫ്ലുവൻസർ ഓർ എ ബിഗ് ഇൻഫ്ലുവൻസർ ആണെങ്കിലും you are putting video on YouTube, Instagram. Influencer is an influencer. It's a profession. Correct. ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷൻസ് ഒക്കെ ഉൾക്കൊണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തതും ആദ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ശ്വേത ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിങ്ങനെയൊക്കെ കയറി വരുമെന്ന് മനസ്സിലൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. ആവാത്ത പൊറോട്ടയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഇറ്റ് വാസ് എ അട്ടർ ഫെയിലിയർ. അത് ഞാൻ എടുത്തിട്ടു. ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കയറും എന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അന്ന് എനിക്ക് ഇടാൻ തോന്നി, ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു എക്സ്പെരിമെന്റ് ഞാൻ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ശ്വേതയുടെ ഒക്കെ കല്യാണം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതൊക്കെ മലയാളികൾക്ക് പൊതുവെ പുതിയതായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം നടന്നപ്പോൾ ചേട്ടൻ ഇസ് ഹാവിങ് ഓൺലി 35K സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു കാലഘട്ടമാണ് ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടൻ തുടങ്ങിയതേ ഉള്ളൂ ചേട്ടൻ്റെ കരിയർ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും, ബിക്കോസ് ഐ എം എ പേഴ്സൺ, ഞാൻ ബഹ്റൈനിലാണ് ജനിച്ചതല്ല, വളർന്നത് അവിടെയാണ്. സോ എനിക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മൾ യൂട്യൂബൊന്നും ഇല്ല, നമുക്ക് അവിടെ സോഷ്യൽ ലൈഫാണ് കൂടുതൽ. സോ യൂട്യൂബൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ്
പിന്നെയും ഞാൻ കേട്ടത്. പിന്നെ നമ്മൾ യൂട്യൂബ് എന്ന് എടുക്കുന്നത് തന്നെ പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്സ് കാണാനൊക്കെയാണ്. അല്ലാതെ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽസ് ഒന്നും ഇല്ല ആ സമയത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഐ നെവർ ന്യൂ ഇങ്ങനൊരു യൂട്യൂബർ ഉണ്ട്, ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ആലോചന വന്നപ്പോഴാണ് ഞാനും അറിഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഉണ്ട്. ആൻഡ് he is earning from that and he is looking after his house, family. അല്ല, അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ നമ്മളൊരു പ്രണയ വിവാഹമാണെങ്കിൽ എനിക്ക് എന്ത് വന്നാലും ഇദ്ദേഹത്തെ തന്നെ വേണമെന്ന് പറയാം. ഇത് നമുക്ക് വളരെ പ്രോപ്പറായിട്ട് വന്ന ഒരു അലയൻസ്, അങ്ങനെ ഒരു അലയൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് കൺസേൺ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നമുക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെ കൺസേൺ. മകളെ ഒരു വളരെ സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ ചോദിച്ചിരുന്നു, മോളെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിക്സ്ഡ് ഏർണിംഗ് ഉള്ള ഒരു കൃത്യമായ 9 to 5 ജോബ് ഉള്ള ഒരാളിലേക്ക് പോകണോ, അതോ ഇതുപോലത്തെ കുറച്ച് അൺസർട്ടനിറ്റീസ് വേണോ എന്ന് ചോദിച്ചായിരുന്നു. എൻ്റെ അച്ഛനാകെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം. ഹി ഡിഡ്ന്റ് ലുക്ക് ആഫ്റ്റർ വെദർ ഹി ഈസ് വർക്കിംഗ് 9 to 5 എന്ന് അച്ഛൻ നോക്കിയിട്ടൊന്നുമില്ല. ബിക്കോസ് അച്ഛൻ കഷ്ടപ്പെടുന്ന അച്ഛനറിയാം. ഒരു 9 to 5 ജോബ് അച്ഛനും ഉണ്ട്. അപ്പൊ അച്ഛനറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താന്ന്. സോ ഒബ്വിയസ്ലി 9 to 5 ജോബ് ഇല്ലെങ്കിലും ഹി ജസ്റ്റ് വാണ്ടഡ് ദറ്റ് കുടുംബം നല്ലതായിരിക്കണം, പ്ലസ് ഹി ഷുഡ് ലുക്ക് ആഫ്റ്റർ മീ. അത്രേ ഉള്ളൂ. അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം അതായിരുന്നു. ആ കാര്യങ്ങൾ അച്ഛൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു മരുമകനോട്. അതെ, അത്രേ ഞങ്ങൾ അച്ഛൻ്റെ ആയിട്ട് അന്വേഷിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ സോ തീർച്ചയായും ദാറ്റ് ഇസ് വാട്ട് ഹി ജസ്റ്റ് ലുക്ക്ഡ്. വേറെ ഒന്നും അച്ഛൻ നോക്കിയിട്ടില്ല. ഇതിന് മുൻപുള്ള പ്രപ്പോസലുകളും ഇതിന് ശേഷം വന്ന പ്രപ്പോസലുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ തല്ലുണ്ടാക്കുമ്പോഴാണല്ലോ ഈ ഭർത്താക്കന്മാരോട് നമ്മൾ പറയുക, എനിക്ക് എത്രയോ നല്ല പ്രപ്പോസൽസ് വന്നിരുന്നു, അതിനാണ് നിങ്ങളെ കല്യാണം കഴിച്ചത് എന്നുള്ള ആ ഒരു ടിപ്പിക്കൽ ക്ലീഷേ ഡയലോഗുകൾ അടിക്കാത്ത ഭാര്യമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബിക്കോസ് എനിക്ക് വന്നിട്ടുണ്ട് കുറേ ആലോചനകൾ. ആ കുറേയൊക്കെ ഞാനും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ അവരും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. ആണല്ലേ? സുജിത്തേട്ടൻ അല്ലെങ്കിൽ ശ്വേത, നിങ്ങൾ രണ്ടിൽ ആരാണ് കൂടുതൽ ഷോർട്ട് ടെമ്പേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അത് സുജിത്താണ്. ആണോ? ടു ആൻ എക്സ്റ്റെന്റ് ഞങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങൾക്ക് സാമ്യത ഉണ്ട്. ഞാനും ഷോർട്ട് ടെമ്പേർഡാണ്, വേഗം ദേഷ്യം വരും. ആണ്, പക്ഷെ വേഗം എല്ലാം ചില്ലാവുകയും ചെയ്യുന്ന ആളാണോ? ആണോ? അതെ. ഒന്നും മിണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മിണ്ടിപ്പോവും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ മോൻ ലൈഫിലേക്ക് വന്നതിന് ശേഷം ജീവിതം എങ്ങനെയാ മാറിയത്? മോൻ നമ്മുടെ ലൈഫിൽ വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടി എന്താ പറയാ മെച്യൂർഡായി എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ കുട്ടികളിയൊക്കെ പോയി കുറെയൊക്കെ. അത് ആ ഫ്ലോ വരും. വീണയ്ക്ക് ഇപ്പോഴറിയത്തില്ല, കുറച്ച് കഴിഞ്ഞാലും വീണയ്ക്ക് മനസ്സിലാവും. ആ ഫേസ് ഭയങ്കരമായിട്ട് ഇപ്പൊ വീണ നല്ല ജോളി ആയിട്ടും വീണ്ടുന്ന പോലെ ആയിരിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ബിക്കം കുറച്ചുകൂടി മെച്യൂർഡ്. ആണോ? ശരി, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മളറിയാതെ തന്നെ ഒരു മെച്യൂരിറ്റി ലെവൽ കൂടും. നമ്മളെ കാട്ടി ഒരാള് കുഞ്ഞാള് വന്ന് അപ്പോൾ നമ്മളതില് ആ ഒരു ഫ്ലോയിൽ അങ്ങ് മാറും. നമ്മളെപ്പോഴും കണ്ടേക്കുന്നത് ഭയങ്കര ഫൈറ്റർ ആയിട്ടുള്ള ഒരു സുജിത് ഭക്തനെയാണല്ലോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഈ അപ്പുറത്ത് വളരെ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു സുജിത്ത് ഉണ്ടോ? അത് നിങ്ങൾ ആരും കാണാത്തൊരു ശുചിത്വമുണ്ട്. തീർച്ചയായും ഉണ്ട്. അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വല്ലാതെ അലട്ടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടോ? എന്നെക്കാട്ടി കൂടുതലും ലോല ഹൃദയം എന്ന് പറയാം. ആണോ? അപ്പൊ എങ്ങനെയാ അത് ഈ ഒരു കാര്യങ്ങൾ വീട്ടിലിത് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഞാൻ കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ആൻഡ് ഐ ട്രൈ മൈ ബെസ്റ്റ് പുള്ളിക്കാരനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഹോപ്പ്ഫുള്ളി ഹി അണ്ടർസ്റ്റാൻഡ്സ്. അതാണ് എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് ഏത് ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബിസിനസ് വേണം, കൊമേഴ്ഷ്യൽസ് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ സുജിത്തേട്ടന് ഇപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണെന്ന് അറിയാൻ സാധിച്ചു. എന്തൊക്കെയാണ് ഒരു ഭാര്യയുടെ റോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറുടെ റോൾ ഇപ്പോ?
ബിസിനസ് മാനേജ്മെന്റ് ഡെവലപ്പർ. അത് കേൾക്കുമ്പോഴേ ഒരു വലിയൊരു സംഭവം തോന്നും. മൊത്തത്തില് പുള്ളിക്കാരന്റെ മാനേജറാണ് ഇപ്പൊ ഞാൻ. മൊത്തത്തിൽ അങ്ങ് മാനേജ് ചെയ്യണം. റൈറ്റ് ഫ്രം ഷെഡ്യൂൾസ്, ക്ലയൻസ് എല്ലാം. അതെ ആണ്. അപ്പൊ ലൈഫ് പിന്നെയും ബിസി ആയില്ലേ? അത് ആണ്. കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണമെന്നും ചില്ലായിട്ടിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുടെ ലൈഫ് പിന്നെയും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് എന്റേതായിട്ട് കുറച്ച് സമയം തരാമോ, നിങ്ങൾ അപ്പനും മോനെ എവിടെയെങ്കിലും ഒന്ന് പോവാമോ എന്ന് ഞാൻ പറയാറുണ്ട്. So that I can sit simply for some time. അത് ഞാനിപ്പോ വീണയോട് പറഞ്ഞു. അതല്ലേ ഇപ്പൊ എൻജോയ് ചെയ്തോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും few months you will know how difficult it is going to be. You will be engaged. അതുകൊണ്ട് എൻജോയ് ചെയ്യാം മാക്സിമം. ഒരു മീ ടൈം ഒന്നും ഇപ്പൊ സത്യത്തിൽ കിട്ടാറില്ലേ? മീ ടൈം ഉണ്ട്, പക്ഷെ എന്റെ മോനുള്ളപ്പോ അത് മീ ടൈം ആവൂല, ഫസ്റ്റ് ടൈം ആവും. അതല്ലേ. വീണ്ടും നമ്മൾ ഈ സൈബർ ബുള്ളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരോട് ശ്വേതയ്ക്ക് എന്താ പറയാനുള്ളത്? ഗോ ഗെറ്റ് ലൈഫ് മാൻ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ? വാട്ട് ഐ ക്യാൻ സേ ടു ദം? ഇല്ല വീണ പറ, ഞാൻ എന്ത് പറയും? വാട്ട് വീണ സേ ടു ദ സൈബർ ബുള്ളി? ഐ ഡിസൈഡ് നോട്ട് ടു മൈൻഡ് സച്ച് തിങ്സ്. അത് ഞാൻ പറയാം, ഗോ ഗെറ്റ് എ ലൈഫ്. ഞങ്ങൾ നിങ്ങളെ ലൈഫിലോട്ട് വരുന്നില്ല. വൈ ഡു യു വാണ്ട് ടു ഇന്റർഫിയർ ഇൻ us? ഇല്ലേ? അത് സത്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ശ്വേതയോ സുഹിതേട്ടനെയോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒന്നും തളർത്താതിരിക്കട്ടെ. വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതല്ലേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഡ്രീമൊക്കെ എത്രയും പെട്ടെന്ന് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Thank you so much.